ഇരിട്ടി നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണം ജൂലൈ 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നതെങ്കിലും പോലീസ് അതിനു മുൻപേ തന്നെ നഗരത്തിൽ നിരീക്ഷണം ഏർപ്പെടുത്തുകയും പരിഷ്കരണം സംബന്ധിച്ച സന്ദേശം ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇരിട്ടി പോലീസ് ഇൻസ്പെക്ടർ വി സിജിത്തിന്റെ മേൽനോട്ടത്തിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടു. പയഞ്ചേരിമുക്ക് മുതൽ തലാൽ കോംപ്ലക്സ് വരെയായിരുന്നു ഗതാഗതക്കുരുക്ക് കൂടുതലായും ഉണ്ടായിരുന്നത്. തിരക്കേറിയ റോഡിലെ ക്രോസ് പാർക്കിംഗ് ആയിരുന്നു പ്രധാന പ്രശ്നം. അതിപ്പോൾ ഒഴിവാക്കാനായി. മുഴുവൻ സമയ നിരീക്ഷണം ഈ ഭാഗങ്ങളിലുണ്ടെന്ന് പോലീസ് ഇൻസ്പെക്ടർ വി സിജിത്ത് ഏജനെറ്റിനോട് പറഞ്ഞു. നിലവിൽ നമ്മളിപ്പോൾ ഇരിട്ടി ടൗണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വീതി കൂടിയ റോഡുകളും കാര്യങ്ങളാണെങ്കിലും നമുക്ക് ചില ഭാഗങ്ങളിൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഭയങ്കരമായ രീതിയിൽ ജാമ്യം വരുന്നുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ നോക്കിയിരുന്നു. മെയിനായിട്ട് നമ്മൾ ആ പഴഞ്ചേരിമുക്ക് മുതൽ ഇങ്ങോട്ടുള്ള, അതായത് ആ തലാൽ കോംപ്ലക്സ് കഴിയുന്ന വരെ ഭാഗങ്ങളായിരുന്നു ടൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ അശാസ്ത്രീയമായിട്ടുള്ളൊരു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് ലീഡ് ചെയ്തതെന്ന് പറഞ്ഞു. മെയിനായിട്ട് വരുന്നത് ഈ ക്രോസ് ചെയ്തിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്, കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡിൻ്റെ വശങ്ങളിൽ ക്രോസ് പാർക്കിംഗ് വരുന്നത് എന്താ വെച്ചാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴും തിരിച്ചെടുക്കുമ്പോഴൊക്കെ ജാമ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഴഞ്ചേരിമുക്ക് മുതൽ ഏകദേശം തലാൽ കഴിയുന്നവരെയുള്ള ഭാഗങ്ങളിൽ ട്രാഫിക്കിന് ആളെ നിയോഗിച്ചിരുന്നു, ഫുൾ ടൈമായിട്ട് ആളെ നിയോഗിച്ചിരുന്നു. ജനങ്ങളെ പറഞ്ഞു, ക്രോസ് പാർക്കിംഗ് ചെയ്യുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി വണ്ടികൾ ഇടിപ്പിച്ചു. ഇപ്പം ഏകദേശം ആ ഭാഗം ക്ലിയറാണ്. നിലവിൽ പഴഞ്ചേരിമുക്ക് മുതൽ ഇപ്പോൾ ഇരിട്ടിയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കറിയാം ഏറ്റവും പ്രശ്നങ്ങൾ വരുന്നത് ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഇപ്പോൾ ഈ അരമണിക്കൂർ മുമ്പുള്ള പിക്ചർ വരെ നമ്മൾ നോക്കുമ്പോൾ ക്ലിയറായിട്ട് പോകുന്നുണ്ട്. അതുകൂടി തലാൽ ടു നമ്മുടെ ഓൾഡ് ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗങ്ങൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുന്ന ഈ നേരമ്പോക്ക് ജംഗ്ഷൻ ടു ഇരിട്ടി ബ്രിഡ്ജ് വരെയാണ്. 2 ദിവസമായിട്ട് അവിടെ ആളിടുന്നുണ്ട്. അവിടെ 2 വീലർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തേക്ക് കാറുകൾ കയറ്റിയിടുന്നതും ഈ ഓട്ടോയും മറ്റു വണ്ടികളൊക്കെ മുന്നോട്ട് കയറ്റിയിടുന്നതും അതൊക്കെ ഏകദേശം ക്രമീകരിച്ചതോടുകൂടി ഇനി ആ ഭാഗം ഏകദേശം നമ്മൾ ക്ലിയർ ആയിട്ട് വരേണ്ടതാണ്, വലിയ ബുദ്ധിമുട്ടില്ലാതെ. പഴയ ബസ് സ്റ്റാൻഡ് മേഖലയിൽ പാർക്ക് ചെയ്യുന്ന ഭൂരിഭാഗം വാഹനങ്ങളും ദൂരയാത്രക്കാരുടേതാണെന്നും ഇത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് വരുന്നത് നമ്മൾ ഈ ഓൾഡ് ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളായിരുന്നു. ആ ഭാഗങ്ങളിലും എന്ത് വെച്ചാൽ രാവിലെ വെച്ച് പോവുക, വാഹനങ്ങൾ ക്രോസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഒരു 80% വാഹനങ്ങളും പലരും കണ്ണൂർ ടൗണിൽ RC ഓണർ നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ അവർ കണ്ണൂർ ടൗണിൽ പോയതാണ് പർച്ചേസ്. ഒരു 20% ആളുകൾ മാത്രമേ അവർ ന്യായമായി അവിടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വരുന്നതോ മറ്റൊക്കെ ആയിട്ടുള്ളൂ എന്നുള്ളത്. അവരെ ഫസ്റ്റ് താക്കീത് ചെയ്തിരുന്നു. ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ നമ്മൾ വിളിച്ച് ഫൈൻ അടപ്പിക്കുന്നുണ്ട്, വരുന്നവരെ ബോധവൽക്കരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി വെക്കണം. മനസ്സിലാക്കിയിടത്തോളം ഈ ഇരിട്ടി ടൗണിൽ പാർക്ക് ചെയ്യുന്ന ഏകദേശം 70% വാഹനങ്ങളും പാർക്ക് ചെയ്ത് പോകുന്നവരാണ്. ഒരു 30% ആളുകൾ മാത്രമേ ഇവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് വരുന്നുള്ളൂ. അത് ഒഴിവാക്കിയാൽ തന്നെ ഇതിൻ്റെ ലാഭം ശരിക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കും സാധാരണ ആളുകൾക്കായിരിക്കും. കാരണം ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരാളെയും ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ഒരു ജസ്റ്റ് ഒന്ന് നിർത്തുമ്പോഴേക്ക് ഫൈൻ ചെയ്യണമെന്നോ ഇല്ല. വാഹനം അവിടെ പാർക്ക് ചെയ്ത് മറ്റെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ നോക്കിയിട്ട് ആളെ കാണാത്തത് അരമണിക്കൂറായിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായ നടപടി ഇനി മുതൽ സ്വീകരിച്ചു വരുന്നുണ്ട്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമാണ് പോലീസ് നടപ്പാക്കുന്നത്. പൊതുജനങ്ങൾ പരിഷ്കരണത്തിൽ സഹകരിക്കുന്നുണ്ട്. നമ്മളിത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഹോം ഗാർഡ്സിൻ്റെയും ഇവിടുത്തെ പോലീസുകാരെയും മീറ്റിംഗ് ഞാൻ വിളിച്ചിരുന്നു. അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ആരോടും തർക്കിക്കേണ്ട ആവശ്യമില്ല. കാരണം കാലാകാലങ്ങളായിട്ട് വെച്ച് പോകുന്നത് പെട്ടെന്ന് നമ്മളൊരു പോലീസിങ് നടത്തുമ്പോൾ എതിർപ്പുകൾ വരും. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെയല്ല, ഇവിടെ എങ്ങനെയാണ്. നമ്മൾ പഴയ ട്രാഫിക് റെഗുലേറ്ററി മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതല്ലാത്തൊരു കാര്യങ്ങളും പോലീസ് പുതുതായിട്ട് അവിടെ നടപ്പാക്കിയിട്ടില്ല. കാര്യങ്ങൾ ബോധവൽക്കരിച്ചിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വെക്കുന്ന ആളുകളെ നമ്മൾ ഇവിടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഫൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബസ്സുകളൊക്കെ തന്നെ പല സ്ഥലത്തും സ്റ്റോപ്പുകളിലെല്ലാം നിർത്തുന്നതെന്നുള്ള കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ആദ്യം ആളുകളെ ഡ്യൂട്ടി ഇട്ടു. എല്ലാ ബസ് സ്റ്റോപ്പുകളിലും നമുക്ക് ആളിടാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിലും മഫ്തിയിലൊക്കെ ആളിട്ടപ്പം ഏകദേശം ബസ്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് മാത്രമേ പോലീസ് ഉദ്ദേശിക്കുന്നുള്ളൂ. പലർക്കും തെറ്റുകളൊക്കെ പറ്റും. അത്യാവശ്യം സാധനം വാങ്ങാൻ വരുമ്പോഴൊക്കെ നിർത്തിപ്പോയവരുണ്ട്. അതിനൊന്നും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. നഗരത്തിലെ ട്രാഫിക് ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സദാസമയവും ക്യാമറകൾ വഴി സ്റ്റേഷനിലും പോലീസ് തത്സമയം നിരീക്ഷിക്കുന്നുണ്ട്. 16 ക്യാമറകളാണ് ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. ട്രാഫിക് നിയമലംഘനങ്ങൾ തടയാൻ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം പോലീസിന്റെ സ്ഥിരം സാന്നിധ്യവുമുണ്ട്. ഏജനെറ്റ് ന്യൂസ്, ഇരിട്ടി.